ആ പോയി. ഞായറാഴ്ചയോ? ഇൻഫോ പാർക്കിൽ ഏത് കമ്പനിയല്ല ജോലി ചെയ്യുന്നു പറഞ്ഞേ? ഇൻഫോ പാർക്ക് ടെക്നോ പാർക്കിൽ. ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്തല്ലേ? അത് ഞങ്ങളുടെ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ അതിൽ. എവിടെ? കോട്ടയത്തോ? കോട്ടയത്ത് നമ്മുടെ ഒരു ബ്രിഡ്ജില്ലേ അതിന്റെ തൊട്ട് സൈഡിലുള്ള ബിൽഡിങ്ങിന്റെ പുറകിൽ ഞങ്ങളുടെ ബ്രാഞ്ച്. കൊച്ചി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന സുനില് കോട്ടയം ടൗണിൽ കൂടെ നിനക്ക് അറിയാൻ നടക്കുന്നേ? സത്യം പറ, എന്നോട് കള്ളം പറഞ്ഞല്ലേ? സുനിൽ ശരിക്കും ജോലിയുണ്ടോ? പണ്ടോട്ടെ ഞാൻ എല്ലാവരുടെ മുന്നിൽ തോറ്റവനാണ് സുമി. ഇപ്പതേ സുമിയുടെ മുന്നിലും. എൻ്റെ അച്ഛനും ചേട്ടനും ഒക്കെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ. ചെറുപ്പം വല്ല ചേട്ടനെ പോലെ ആവ്, ചേട്ടനെ പോലെ പഠിക്ക്. ഞാൻ എൻ്റെ ചേട്ടനല്ല, ഞാനല്ലേ സുമി? അല്ലേ സുമി? എൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയോ സുമിക്ക്? പഠിച്ചൊരു ബിസിനസ്സുകാരനാണോ? എന്നെ എന്തിനാ അവർ വിട്ടത്? എഞ്ചിനീയറിങ്. ഞാൻ പൊട്ടി. തെറ്റാണോ? എനിക്കറിയില്ല, തെറ്റായിരിക്കും സുമിയുടെ മുന്നിൽ. ബട്ട് എൻ്റെ മുന്നിൽ അത് ഐ വാണ്ട് മൈ ഡ്രീം. ഐ ലൈക്ക് മൈ ഡ്രീം. എനിക്കത് അച്ചീവ് ചെയ്യണം സുമി. ഇപ്പം അന്ന് അവരെന്നെ പഠിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സുമിയുടെ മുന്നിൽ ഒരു ബിഗ് പേഴ്സൺ ആയിട്ട് നിന്നേനെ. ബട്ട് ഞാൻ തോറ്റു. സുമി, ഐ എം സോറി. കാണുമോ? ആര് പറഞ്ഞു സുനിൽ തോറ്റവനാണെന്ന്? എന്നെ കല്യാണം കഴിച്ചോണ്ട് സുനിലിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കാതെ പോകരുത്. അത് ഞാൻ നടത്തിത്തരും. ഇനി മുതല് സുനിലിന്റെ ആഗ്രഹങ്ങൾ എന്റെയും കൂടിയാ. സുനിലേ എഴുന്നേക്ക്. ഒരു സ്ഥലം വരെ പോണം. അതൊക്കെ പറയാം. പിന്നെ സുനിലിന്റെ ഡോക്യുമെന്റ്സും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കണം. ഓ ലോൺ. കൊച്ചുകള്ളി. നമ്മളെന്താ ഇവിടെ? അതൊക്കെ പറയാം. എന്നാലും പറ. നാൻസി. സുമി. സർ, മേ കം ഇൻ? യെസ് സർ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. കം ഓൺ സിറ്റ്. വാട്ട് യു ഡു? ഞാൻ കോട്ടയം റൂറൽ ബാങ്കിലെ ക്ലർക്കാ. ഓക്കെ. BBA അഡ്മിഷൻ ആണല്ലേ? ആർക്ക്? ഡോ ഇതാരാ? എന്റെ ഭർത്താവാ സർ. ഇവനൊരു ഭർത്താവിന്റെ ലുക്കൊന്നും ഇല്ലല്ലോ. ഭർത്താവിന് അങ്ങനെ ലുക്കൊക്കെ ഉണ്ടോ? അല്ല, ഒരു കൺവെൻഷണൽ ലുക്കൊക്കെ ഉണ്ടല്ലോ. ഇത് കുറച്ച് അൺകൺവെൻഷനലാ സർ. ഡോ താൻ പോയേ. സാർ. ഡോ ഒരു മാസമായി ക്ലാസ് തുടങ്ങി. പക്ഷേ നാൻസി പറഞ്ഞുകൊണ്ട് വി വിൽ ടേക്ക് യു. ഓക്കെ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇതെന്താണിത്? സുനിൽ ഹാപ്പി അല്ലേ? എന്ത് ഹാപ്പി? ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആഗ്രഹങ്ങൾ സാധിക്കാതെ പോയ ഒരാളുടെ ബുദ്ധിമുട്ട് മറ്റാരെക്കാളും എനിക്കറിയാം. ഇവര് തന്നെ. അതെ, എനിക്കിതൊരു ബുദ്ധിമുട്ടാവെന്ന് വിചാരിക്കണ്ട. ചേച്ചി, ഇവിടെ വെച്ച് തന്നെ വേണോ റൊമാൻസ്? ഞങ്ങള് മാറി തരണോ? ചേച്ചി, എങ്ങോട്ടാ മോനെ കണ്ട്? ചേച്ചി. സുനിലേ എഴുന്നേക്ക്, കോളേജിൽ പോ സമയായി. എനിക്ക് പോണ്ട. എനിക്ക് സുനിലേ കോളേജിൽ ഫസ്റ്റ് ഡേ അല്ലേ? ഓൾ ദി ബെസ്റ്റ്. സുഖേട്ടാ, ഒരു പ്രശ്നം. എന്താ? അവളെന്നെ ഒരു LKG ആയിട്ടാണ് കാണുന്നത്. അപ്പോ നിങ്ങൾ തമ്മിൽ പരിപാടിയൊന്നും നടന്നിട്ടില്ലേ? ഇനി ഈ കാര്യത്തിൽ
ഞാൻ നിന്നെ ഉപദേശിച്ചില്ല എന്ന് വേണ്ട. ശ്രദ്ധിച്ചു കേട്ടണം. ആദ്യം തന്നെ നല്ല പിയർ സോപ്പിട്ടൊരു കുളി എന്നൊക്കെ വെച്ചാ നല്ല പതപ്പിച്ച് ആസ്വദിച്ച് വേണം കുളിക്കാൻ. പിന്നെ നമ്മളെ പോൺസിന്റെ പൗഡർ ഇല്ലേ, അത് മേലാകെ തൊട്ടില്ല എന്നും പറഞ്ഞങ്ങ് പൂശി വിടണം. പിന്നെ ചന്ദനത്തിന്റെ അത്തർ കഴുത്തിലൂടെ ഇങ്ങനെ മിന്നിച്ച് വിട്ടേക്കണം. നല്ല തേച്ച് വടിച്ച വെള്ള ഷർട്ടും പിന്നെ ഒരു നൈസ് മുണ്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷർട്ടിന്റെ ആദ്യത്തെ 2 ബട്ടൺ തുറന്നിട്ടണം. ഫാൻ അത് ഫുൾ സ്പീഡിൽ അങ്ങ് കറങ്ങിക്കോട്ടെ. ഇലയിൽ പൊതിഞ്ഞു വെച്ച നല്ല ഫ്രഷ് മുല്ലപ്പൂവ് ടേബിളിൽ എവിടെയെങ്കിലും വെച്ച് നീ അങ്ങോട്ട് മാറി നിന്നോണം. ഡോറ് തുറന്ന് അവൾ അകത്ത് വരുമ്പോ ആ മുല്ലപ്പൂവിന്റെയും അത്തറിന്റെയും മണമിങ്ങനെ കാറ്റിലങ്ങ് പാറി പറന്ന് നിന്റെ ആ നിപ്പും ആ നോട്ടവും. ഓ സുനിലേ, ബാക്കി നീ കണ്ടറിഞ്ഞു. ഐ ലവ് ഇറ്റ്. സുനിലേ, ഇത് ക്ലാസ്സിലേക്ക് വേണ്ട ബുക്സാ. നല്ലോണം പഠിക്കണേ. ഓക്കെ. അവന്റെ ഒരു ഉണക്ക പൂവുമാണോ? എന്താ സെറ്റായില്ലേ? ഇല്ല. അല്ലെങ്കിൽ നമുക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ആ നാൻസി, സുനിൽ എങ്ങോട്ടാ? ഞാൻ കോളേജിലോട്ട്. കോളേജിലോട്ടല്ലെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ അങ്ങോട്ട് പോവാനാ? അത് സുനിലല്ലേ പറയണ്ടേ? എന്നെ നാൻസി വിളിച്ചിരുന്നു. ഒരാഴ്ചയല്ലേ കോളേജിൽ പോയിട്ട്. എന്താ സുനിലിന്റെ പ്രശ്നം? ഈ ബുക്സ് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല. സുനിലിന്റെ ആഗ്രഹപ്രകാരമല്ലേ കോളേജ് വിട്ടത്? ഞാൻ പറഞ്ഞിട്ടാണ് എന്നെ കോളേജ് വിട്ട്. സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് തീരുമാനിച്ചിട്ട് എന്റെ മെക്കിടേറല്ലേ കോപ്പ്. ആ കോളേജിൽ കിടന്ന് അനുഭവിക്കണേ എനിക്കറിയൂ. എനിക്കറിയാം താൻ എന്തിനാ എന്നോട് ഇത് ചോദിക്കണേന്ന്. തന്റെ ചെലവ് ഞാനിവിടെ നിൽക്കണോണ്ടല്ലേ.